നമുക്കറിയാം പ്രാണനാണ് നമ്മുടെ ജീവൻ്റെ വാഹനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രാണൻ്റെ മേളിൽ ശരിയായ രീതിയിലുള്ള ഒരു കൺട്രോൾ നേടിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ശരിയായിട്ടുള്ള ഊർജ്ജവും ഓജസ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ജീവന് ശരിയായ രീതിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിലും ശരീരത്തെ ശരിയായ ആരോഗ്യ രീതിയിലേക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിലും മനസ്സിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രാണൻ്റെ മേളിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ പ്രാണൻ്റെ മേളിൽ കൺട്രോൾ ഉണ്ടാക്കുന്ന ആ ഒരു വിദ്യയാണ് പ്രാണായാമങ്ങളിലൂടെ നമ്മൾ പരിശീലിക്കുന്നത്. അങ്ങനെ പ്രാണായാമം പരിശീലിക്കുന്ന ഒരാളിൽ പിന്നീട് വരുന്നതാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യാഹാരമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത്. അതായത് പ്രത്യാഹാരത്തിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബൗദ്ധിക ലെവല് വളരെ വലിയ രീതിയിൽ ഉയർന്നു വരികയും അവൻ്റെ ബ്രെയിൻ്റെ ന്യൂറോൺസ് കൂടുതലായിട്ട് ഫയർ ചെയ്യുകയും അങ്ങനെ അവൻ്റെ ഓർമ്മയും ബുദ്ധിയും ഒക്കെ നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് വരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രത്യാഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഡ്രോവൽ ഓഫ് ദ സെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ട് ആ ശ്രദ്ധയെ നമ്മുടെ ഉള്ളിലേക്ക് തിരിക്കുന്ന പദ്ധതിയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അതായത് ധ്യാനത്തിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രത്യാഹാരമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ 5 സെൻസസ്, ഈ 5 സെൻസസിലൂടെ നമ്മൾ പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്ന നമ്മുടെ ബോധതലത്തെ അവിടെ നിന്ന് പിൻവലിച്ചുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളെ നിന്ന് ആ ബോധത്തെ പിൻവലിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആത്മബോധത്തിലേക്ക് നമ്മൾ തിരിയുന്ന പദ്ധതിയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്.